നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം, ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡയബറ്റീസ് രോഗികളിൽ വരുന്ന വ്രണങ്ങളാണ്. അപ്പോൾ ഡയബറ്റീസ് രോഗികളിൽ പലതരം വ്രണങ്ങൾ വരാണ്ട് മെയിനായിട്ട് വരുന്നത് കാലുകളിലുള്ളത്. ഇപ്പോൾ കിടപ്പ് ആയിക്കഴിഞ്ഞാലാണ് പിന്നെ പുറത്തൊക്കെ വ്രണങ്ങൾ വരിക. പക്ഷെ പൊതുവെ ആളുകളിൽ ഒരു 30% ആളുകളിൽ കണ്ടുവരുന്നത് കാലിലെ വ്രണങ്ങളാണ്. അത് നോൺ ഹീലിംഗ്, അതായത് വ്രണം ഉണങ്ങാറ്. അപ്പം ഇതിന് പ്രധാന കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടി നിൽക്കുന്നതാണ്. അതോടൊപ്പം ഈ ഡയബറ്റീസ് പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിൽ. അപ്പോൾ ആ കാരണങ്ങളും കൂടിക്കൊണ്ടാണ് ഈ വ്രണങ്ങൾ വന്നു കഴിഞ്ഞ് ഉണങ്ങാത്തത്. അതിൽ ഏറ്റവും ആദ്യത്തെ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇപ്പം കേരളത്തിൽ തന്നെ നമുക്ക് 30% ആളുകൾക്കും വ്രണങ്ങൾ വരുന്നുണ്ട്. ഇത് ഉണങ്ങുന്നുമില്ല. അപ്പോൾ ഇതൊരു വളരെ വലിയ പ്രശ്നമാണ്. കാരണം ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. കാരണം ചിലപ്പോൾ ജോലിക്ക് തടസ്സം വരും. പിന്നെ അതേപോലെ ഇൻഫെക്ഷൻസ്, സെപ്റ്റിസീമിയ, മറ്റു കോംപ്ലിക്കേഷൻസ് വരാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇത് ആംപുട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ഏകദേശം ഇപ്പം മൊത്തം വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 30 സെക്കൻഡിലും ഓരോ കാല് മുതൽ വീതം ഡയബറ്റീസ് കാരണം മുറിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡെയിലി 100 കാലുകളാണ് മുറിക്കപ്പെടുന്നത് ഡെയിലി. അപ്പം അത്രയും ഒരാളുടെ കാല് മുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. പിന്നെ മാത്രമല്ല, നമുക്ക് നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ കാല് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റപ്പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം. അപ്പോൾ ഡയബറ്റീസ് വന്നു, ശരിയാണ്, കുറച്ചു കാലം നമ്മൾ മരുന്ന് കഴിച്ചു, ഇൻസുലിൻ എടുത്തു, നമ്മൾ പറ്റുന്ന രീതിയിലുള്ള പഥ്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു, കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലിൽ വ്രണങ്ങൾ വന്നു, ഉണങ്ങാൻ സമയമെടുത്തു തുടങ്ങി. പിന്നീട് വരുന്ന വ്രണങ്ങൾ ഉണങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. നോൺ ഹീലിംഗ് അൾസേഴ്സ് ആയിട്ട് മാറുകയാണ്. പ്രധാനമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഇത് ബാധിച്ച ആൾക്കാർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുകയും സൈക്കാട്രിക് ഇഷ്യൂസ് ഒക്കെ വരുന്നുമുണ്ട് പല ആൾക്കാർക്ക്. അപ്പം നമുക്കിത് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കാം. കുറച്ച് കാരണങ്ങളുണ്ട്, 7 കാരണങ്ങളുണ്ട് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് വരുന്ന വ്രണങ്ങൾ ഉണങ്ങാതിരിക്കാൻ. ഒന്ന്, മോളിക്കുലാർ ലെവലിലുള്ള ഈ ഡയബറ്റീസിൻ്റെ പ്രവർത്തനം. കാരണം ഈ നമ്മുടെ സെൽസ്, ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, ഇതുപോലുള്ള നമ്മളുടെ കോശങ്ങളുടെ പ്രവർത്തനം കുറയും. അതേപോലെ ഈ ചെറിയ മൈക്രോ വെസൽസ്, ചെറിയ ബ്ലഡ് വെസൽസ് അടഞ്ഞു പോവുക. അപ്പം മുറിവിൻ്റെ ഭാഗത്തേക്ക് രക്തഓട്ടം കുറയുകയും ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യും. ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ നാച്ചുറലി പുതിയ കോശങ്ങൾ ഉണ്ടാവാതിരിക്കും. അപ്പം മുറിവ് ഉണങ്ങാതിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത്, ആ ഭാഗത്തേക്ക് ഓക്സിജൻ സപ്ലൈ ബ്ലഡിൽ തന്നെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. കാരണം ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ HbA1c, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിനിൽ നിറച്ച് ഗ്ലൂക്കോസ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓക്സിജൻ അതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വരികയും അപ്പോൾ വരുന്ന ബ്ലഡിൽ തന്നെയും ഓക്സിജൻ കുറയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ വൂണ്ട് ഹീലിംഗ് ശരിയായി നടക്കാതെ. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഈ പെരിഫറൽ ന്യൂറോപ്പതി, അതായത് ആളുകൾക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ മരവിപ്പ് വരും, കാലിൽ മരവിപ്പ് വരിക, ഒരു ഇങ്ങനെ പിൻ സെൻസേഷൻസ്, അവിടെ ഇവിടെ വേദനകൾ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സെൻസേഷൻസ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നെർവ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഞരമ്പുകളെ തന്നെ ജീവനോടെ നിലനിർത്തുന്നത് ഓക്സിജനാണ്. അതായത് രക്തത്തിലൂടെ അവിടെ കൊണ്ടുവരുന്ന സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ. അപ്പം വളരെ നേരിയ രക്തക്കൊഴികളിൽ കൂടിയാണ് ഈ ഞരമ്പുകൾക്ക് ഓക്സിജൻ എത്തിക്കുന്നത്, ന്യൂട്രിയൻസ് എത്തിക്കുന്നത്. ആ ബ്ലഡ് വെസൽസ് അടഞ്ഞു പോകുമ്പോൾ പതുക്കെ ഈ ഞരമ്പുകൾ കേടായി പോകും. അപ്പം നീറ്റലും പുകച്ചിലും ഒക്കെ വരുന്നു, ഇൻഫ്ലമേഷൻ വരുന്നു, പിന്നെ അതാണ് കേടാവും, മരവിപ്പിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻസും ഈ
വൂണ്ട് ഹീലിങ്ങിനെ ശരിയായി നടത്താൻ അനുവദിക്കുന്നില്ല. അത് താമസിക്കും. കാരണം നമ്മുടെ സിഗ്നൽസ് ഒന്നും കറക്റ്റായിട്ട് എത്തത്തില്ല. അപ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള സെല്ലുലാർ ചേഞ്ചസ് നടക്കത്തില്ല. പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേറ്ററി സെൽസ് അവിടത്തേക്ക് ആവശ്യത്തിന് വരണം. ഞാൻ നേരത്തെ ഇൻഫ്ലമേറ്ററി സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽസ് അങ്ങനെയുള്ള മാക്രോഫേജസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസ്. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി സെൽസ് മൈക്രോബ്ലാസ്റ്റ് ഇതൊന്നും അവിടെ എത്തത്തില്ല, ആവശ്യത്തിന് എത്താതെ വരിക, സമയത്ത് എത്താതെ വരിക. അപ്പോൾ എന്ത് പറ്റും, ആ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് വേണ്ട സമയത്ത് കിട്ടാതെ വരികയും അപ്പോൾ എന്നാൽ അത് ഡിലേ ചെയ്യുകയും ചെയ്യും. ഇൻഫ്ലമേറ്ററി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീലിംഗ് ഒരു വൂണ്ട് ഹീൽ ചെയ്യുന്നതിന് 4 പ്രോസസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഫ്ലമേറ്ററി പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിസ്, നമ്മുടെ ഈ ആൻജിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് അവിടെ ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ രക്തം പോകുന്നത് തടയുന്ന ആദ്യത്തെ പ്രോസസ്, അന്ന് ചുരുങ്ങി വരിക. അപ്പം ഇതിന് തന്നെ ആ ചുരുങ്ങലൊക്കെ കുറയും. കാരണം അവിടുത്തെ മൈക്രോ മസിൽസൊക്കെ സ്കിന്നിൻ്റെ അടിയിലുള്ള മസിൽസൊക്കെ കേടായി. അപ്പം ഈ ഒരുപാട് എല്ലാ രീതിയിലും ആ ഡയബറ്റീസ് ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാനുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും നശിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഡയബറ്റീസ് ഉള്ളവരിൽ അവിടെ ഈ ബാക്ടീരിയൽ ഫ്ലോറ വരികയും അവിടെ ഒരു ബയോഫിലിം ഉണ്ടാവുകയും ചെയ്യും. ഈ ബയോഫിലിം നമ്മളിപ്പം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് വന്നാലും അതിൽ നിന്ന് ഈ മൈക്രോബ്സിനെ തടയുന്ന രീതിയിലുള്ള ഒരു ബയോഫിലിം ആ വൂണ്ടിൻ്റെ അവിടെ ഉണ്ടാവുകയും ചെയ്യും ഡയബറ്റീസ് ഉള്ളത്. ഇതും ഈ വൂണ്ട് ഹീലിംഗ് തടസ്സപ്പെടുന്നതിനൊരു കാരണമാണ്. പിന്നെ അതേപോലെ ഈ ഡയബറ്റീസ് ഉള്ളവരിൽ നമ്മുടെ സാധാരണ മനുഷ്യരിൽ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ഈ മാട്രിക്സ് മെറ്റല്ലോ പ്രോട്ടീനേസസ് എന്ന് പറയും. അത് ഒരുതരം പിന്നെ എൻസൈംസ് ആണ്, നമ്മുടെ കോശങ്ങൾ ഉണ്ടാക്കുന്ന സെൽസ് ഉണ്ടാക്കുന്ന ഒരുതരം എൻസൈംസ് ആണ്, ഒരു കൂട്ടം എൻസൈംസ്. ഈ എൻസൈംസിനെ MMP എന്നൊക്കെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പം ഇത് പിന്നെ ശരിയായ രീതിയിൽ ബാലൻസിൽ വരാതിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ഒന്നും അവിടെ എത്താതെ ആ വൂണ്ട് ഹീലിംഗ് വീണ്ടും തടസ്സപ്പെടുക, വൂണ്ട്സിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു. അപ്പം ആ ശരിയായ രീതിയിൽ അത് ബലപ്പെട്ട് അത് അടഞ്ഞ് വരാൻ പറ്റാതെ വരികയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇതിന് ഈ MMP എന്ന് പറഞ്ഞ ഈ സാധനങ്ങൾ അവിടെയുള്ള ബാക്ടീരിയ ഡെബ്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം കളയുന്ന ഒരു കഴിവുള്ള ഒരു കൂട്ടാണ്, ഒരു കെമിക്കൽ കൂട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഒക്കെ പിന്നെ ഇല്ലാതെ വരികയും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ബാലൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം അപ്പോൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്യാനും ആ വൂണ്ട് നല്ല കട്ടിയായി അടഞ്ഞു വരാനും ഒന്നും പറ്റാതെ ഇതൊക്കെ നമുക്ക് വൂണ്ട് ഹീലിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കാലുകൾ പ്രത്യേകിച്ച് കാലുകൾ എല്ലാ ദിവസവും വൈകുന്നേരം ചെറിയ ചൂടുവെള്ളത്തിലോ മറ്റോ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇട്ട് ചെറിയ മസാജ് കൊടുക്കുക. ഇത് ഡെയിലി ചെയ്യുക. കാരണം ഈ ഞരമ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പുകൾ നശിച്ചു പോയത് കൊണ്ട് ഇവർക്ക് തട്ടിയാലോ മുട്ടിയാലോ മുറിഞ്ഞാലോ ഒന്നും അറിയത്തില്ല, അവിടെ വേദന ഉണ്ടെങ്കിലൊന്നും അറിയത്തില്ല. ഇപ്പോൾ ചൂട് വെച്ചാലും പൊള്ളിച്ചാലും മുറിച്ച് കളഞ്ഞാലും പോലും അവർക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം, മുറിവുകൾ വല്ലതും ഉണ്ടോ കിടക്കുന്നതിന് മുമ്പ്. ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കാലുകളിൽ എല്ലാ ദിവസവും കുറച്ച് നേരം രാവിലത്തെ വൈകിട്ട് 10-15 മിനിറ്റ് വെയിൽ കൊള്ളിക്കുക. അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കയ്യിലെ കാലിലോ ദേഹത്ത് എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് മുട്ടിന് താഴെയൊക്കെ കളർ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇങ്ങനെ സ്പോട്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അവിടെ ചെറിയ മുറിവുകൾ വല്ലതും മണങ്ങാതെ നിൽപ്പുണ്ടോ, ഇതെല്ലാം നമ്മൾ ഡെയിലി ബേസിസിൽ ഡയബറ്റീസ് ഉള്ള എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത് വരാതിരിക്കാൻ അവിടെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ രക്തചംക്രമണമാണ് വേണ്ടത്, അതെല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ അവിടെ പിന്നെ അത് മാത്രമല്ല, ഈ
നമുക്ക് ശരിയായ രീതിയിൽ ഈ അവിടെയുള്ള ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുതലായിരിക്കും ഡയബറ്റീസ് ഉള്ളവരിൽ. അപ്പോൾ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഫ്ലാവിനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾ സാധാരണ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ഡെയിലി ഉൾപ്പെടുത്തുക, ധാരാളം ഉൾപ്പെടുത്തുക. വേവിച്ച ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഡയബറ്റീസ് അതുവഴി കുറയുകയും കൺട്രോൾഡ് ആവുകയും ഇതുപോലെ വൂണ്ട് ഹീലിംഗ് ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ രാത്രി കഴിവതും 6 മണിക്ക് ശേഷം ഉള്ള ഫുഡ് ഒഴിവാക്കുക. കുക്ക് ചെയ്ത ഫുഡ് ഒരിക്കലും കഴിക്കുക. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ ശ്രമിക്കുക. ഒരു 8 മണിക്കൂർ 7 മണിക്കൂറെങ്കിലും ഡയബറ്റീസ് ഉള്ള എല്ലാവരും ഉറങ്ങണം. അതിനു വേണ്ടിയിട്ട് നേരത്തെ കിടക്കുക, പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുക, നമ്മുടെ നൈറ്റ് ലാമ്പ് ഒന്നും വിടാതിരിക്കുക. ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ ബ്ലൂ ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസസ് നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ചെറുതായിട്ട് ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെ ഒരു 6-7 മണിക്കൂർ ഉറക്കം വേണം. കാരണം സ്ലീപ്പ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ഹീലിംഗ്. അപ്പം മുറിവുകൾ ഉണങ്ങാനും അത് സഹായിക്കും. എപ്പോഴും നല്ല വെന്റിലേറ്റർ റൂമിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഓക്സിജൻ വേണം. ഓക്സിജൻ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ കൊളാജൻ സ്റ്റാമ്പ്സ് നമ്മളിതിനെ പുറത്തൊട്ടിക്കുന്ന ഇത് കിട്ടും. അതേപോലെ ഓക്സിജൻ അടിച്ച് അങ്ങനെ പല രീതിയിൽ ആളുകൾ ഇപ്പോൾ മുറിവുകൾ ഉണക്കുന്നുണ്ട്. അതിലൊന്നും പറ്റാതെ വരുമ്പോൾ അവർ ഈ പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ചിലവ് കൂടിയതും വളരെ ബുദ്ധിമുട്ട് ഏറിയതും സമയമെടുക്കുന്നതുമായിട്ടുള്ള പ്രക്രിയകളാണ്. ഒരെണ്ണം വൂണ്ട് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വൂണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറലായിട്ട് നമ്മൾ ഈ വൂണ്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം ഞങ്ങളിവിടെ ചെയ്യുന്ന ഡയബറ്റീസ് സെൻ്ററിലൂടെ ഡയബറ്റീസ് മാറാൻ വേണ്ടി വരുന്നവരിൽ ഇതുപോലുള്ള വൂണ്ടുകൾ വരാറുണ്ട്. പക്ഷെ നമ്മളത് പെട്ടെന്ന് തന്നെ നമ്മൾ ഹീൽ ചെയ്ത് എടുക്കുന്നത് അക്യുപഞ്ചർ വെച്ചിട്ടാണ്. അക്യുപഞ്ചറും അതേപോലെ ഈ നമ്മുടെ കളർ തെറാപ്പി അതും കൂടെ വെച്ചിട്ട് വളരെ വേഗത്തിൽ നമ്മളത് ഹീൽ ചെയ്തെടുക്കും. കാരണം ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനാണ് വരുന്നതെങ്കിലും അതിന് 1 വർഷം സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം വളരെ കുറവായിരിക്കും, 50% കാണത്തുള്ളൂ. പക്ഷെ ആ കണ്ടീഷനിൽ നിന്ന് നല്ല രീതിയിൽ ഒരു 80% രക്തയോട്ടം വരാനായിട്ട് കുറഞ്ഞത് 7-8 മാസം എടുക്കും. പക്ഷെ ആ 7-8 മാസം നമുക്ക് കാലിനെ സംരക്ഷിക്കണം. അപ്പം ആ സമയത്ത് വരുന്ന വൂണ്ട്സിനെ നമ്മൾ ഹീൽ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഹീൽ ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെപ്റ്റിസീമിയോ സെല്ലുലൈറ്റിസോ അല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് വരാം. അത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ അക്യുപഞ്ചറും ഈ പറഞ്ഞ കളർ തെറാപ്പി ഉപയോഗിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് വിതിൻ 1 to 2 വീക്സ് നമുക്ക് ഈ വൂണ്ട്സ് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.